ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു കുടുംബ ബന്ധം ചേർക്കാൻ. ഇങ്ങനെ പരിശോധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത് പഠിക്കാനുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ സ്വർഗാവകാശികളെ കുറിച്ച് വിശദീകരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, അഹ്ലുൽ ജന്നത്തി സലാസ, സ്വർഗാവകാശികൾ 3 ആളുകളാണ്, 3 വിഭാഗമാണ്. ഒന്നാമത്തേത് ഭരണാധികാരി, സുൽത്താനിൻ മുഖ്സിത് മുതസദ്ദിഖ്, നല്ല നീതിമാനായ ഭരണകർത്താവ്. രണ്ടാമത്തേത് റജുലുൻ റഹീമുൻ റഖീഖുൽ ഖൽബി ലികുല്ലി ദി ഖുർബ, കരുണയുള്ള, എല്ലാ അടുത്ത കുടുംബക്കാരോടും ഹൃദയത്തിൽ ദയാവായ്പുള്ള, നനവുള്ള മനസ്സിന്റെ ഉടമയായ നല്ല മനുഷ്യൻ. ആലോചിക്കണം, സ്വർഗാവകാശിയെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വആതിദൽ ഖുർബ ഹഖ്ഖഹു വൽ മിസ്കീൻ വബ്നസ് സബീൽ. മിസ്കീനിന് സദഖ കൊടുക്കാൻ നമുക്ക് ഇഷ്ടമാണ്, അള്ളാഹിന്റെ കൽപ്പനയാണ്, അല്ലേ? വഴിയാത്രക്കാരനും തെണ്ടി നടക്കുന്നവനും സദഖ കൊടുക്കാൻ നമുക്ക് ഇഷ്ടമാണ്, അള്ളാഹിന്റെ കൽപ്പനയാണ്. പക്ഷേ ആ കൽപ്പനയ്ക്ക് മുമ്പ് അള്ളാഹ് പറഞ്ഞത് എന്താ? വആതിദൽ ഖുർബ ഹഖ്ഖഹു, അടുത്ത കുടുംബക്കാരന് നിങ്ങൾ അവന്റെ അവകാശം നൽകണം. നോക്കൂ ഖുർആനിന്റെ ശൈലി. യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താണ് ചെലവഴിക്കേണ്ടതെന്ന് അവർ നിന്നോട് ചോദിക്കുന്നു. ഖുൽ, പറഞ്ഞു കൊടുക്കുക നബിയേ, മാ അൻഫഖ്തും മിൻ ഖൈരിൻ, നിങ്ങൾ നല്ലത് ചെലവഴിക്കേണ്ടത്, കൊടുക്കേണ്ടത് ഫലിൽ വാലിദൈൻ, 1 മാതാപിതാക്കൾക്ക്, 2 വൽ അഖ്റബീൻ, അടുത്ത കുടുംബക്കാർക്ക്, 3 വൽ യതാമ, 4 വൽ മസാക്കീൻ, 5 വബ്നസ് സബീൽ. പരിശുദ്ധ ഖുർആന്റെ രീതി ശ്രദ്ധിച്ചു നോക്കൂ. കുടുംബക്കാരുമായി ഉണ്ടാകേണ്ട മനുഷ്യന്റെ ബന്ധം എപ്രകാരമായിരിക്കണം? സൽമാൻ റളിയല്ലാഹു അൻഹു തിരുമേനിയിൽ നിന്ന് ഉദ്ധരിച്ച് നമ്മെ പഠിപ്പിക്കുന്നു, അസ്സദഖത്തു അലൽ മിസ്കീനി സദഖ, പാവപ്പെട്ട ഒരു മനുഷ്യന് നിങ്ങൾ ധർമ്മം കൊടുത്താൽ അത് ധർമ്മമേ ആകുന്നുള്ളൂ. എന്നാൽ വഅലാ ദിൽ ഖറാബത്തി ഇസ്നതാൻ, അടുത്ത കുടുംബക്കാരന് നിങ്ങൾ സദഖ കൊടുത്താൽ 2 കാര്യം, അത് സദഖയുമാണ്, വസലത്തുൻ, കുടുംബബന്ധം ചേർക്കലുമാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ പോകുന്നു ഇസ്ലാം. വല്ലാത്ത അടിസ്ഥാനപരമായി കുടുംബബന്ധത്തിൽ ഉണ്ടാകേണ്ട ഊഷ്മളമായ ബന്ധത്തെക്കുറിച്ചും ആ ബന്ധത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചും വളരെ കൃത്യമായി പഠിപ്പിച്ചു തരുന്നു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു നമ്മുടെ മനസ്സിലില്ലേ? എത്ര സംഭവങ്ങളാണ് ഈ മിമ്പറിൽ വെച്ച് അബൂ തൽഹയെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന വചനം ഇറങ്ങുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെലവഴിക്കാതെ നിങ്ങൾക്ക് പുണ്യം കിട്ടുകയില്ല എന്ന വചനം. മദീനയിലെ മസ്ജിദുൻ നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഇരിക്കുന്നു. മസ്ജിദുൻ നബവിയുടെ തൊട്ടു മുമ്പിൽ ബൈറുഹ എന്ന വിശാലമായ ഈത്തപ്പനത്തോട്ടം. ആ ഈത്തപ്പനത്തോട്ടത്തിൽ ഒരുപാട് ശുദ്ധജലമുള്ള കിണറുകൾ. അല്ലാഹുവിന്റെ റസൂൽ പലപ്പോഴും ശുദ്ധവെള്ളം കുടിച്ചിരുന്നത് ആ തോട്ടത്തിൽ പോയായിരുന്നു. ആ തോട്ടത്തിന്റെ ഉടമയാണ് സമ്പന്നനായ അബൂ തൽഹ. ഈ ആയത്തിറങ്ങിയപ്പോൾ അബൂ തൽഹ തിരുമേനിയുടെ സന്നിധിയിലേക്ക് വരുന്നു. എന്നിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഞാനിതാ ബൈറുഹ തോട്ടം അങ്ങേക്ക് തരുന്നു. ഇന്നഹാ സദഖത്തുൻ ലില്ലാഹ്, അത് അല്ലാഹുവിന് വേണ്ടി സദഖയായി ഞാൻ നൽകുന്നു. കാരണം ഇഷ്ടപ്പെട്ടത് തന്നില്ലെങ്കിൽ സ്വർഗം കിട്ടുകയില്ല. എന്നിട്ട് തിരുമേനിയോട് പറഞ്ഞു, ഫദഅഹാ യാ റസൂലല്ലാഹ് ഹൈസു ശിഅ്ത്, അല്ലാഹുവിന്റെ റസൂലേ, വിശാലമായ ഈ തോട്ടം അങ്ങേക്ക് ഇഷ്ടമുള്ളത് ആർക്കാണോ അവർക്ക് കൊടുത്തുകൊള്ളുക, അങ്ങേക്ക് ഇഷ്ടമുള്ള വകുപ്പിലേക്ക് മാറ്റിക്കൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം വല്ലാത്ത ശക്തിയുള്ള വാചകം. നബി പറഞ്ഞു, വല്ലാത്ത ലാഭമുള്ള കച്ചവടം, വല്ലാത്ത ലാഭമുള്ള കച്ചവടം, ദാലിക മാലുൻ റാബിഹ്, വല്ലാത്ത ലാഭമുള്ള സമ്പത്ത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറ അൻ തജഅലഹാ ഫിൽ അഖ്റബീൻ, അബൂ തൽഹ, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, താങ്കളത് താങ്കളുടെ അടുത്ത കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുത്തുകൊള്ളുക. സുബ്ഹാനല്ലാഹ്. കൂലി കിട്ടാൻ, സ്വർഗം കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്റെ ഏറ്റവും നല്ല സ്വത്ത് സദഖ ചെയ്ത മനുഷ്യനോട് റസൂലിന്റെ കൽപ്പന സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളത് അൻ തജഅലഹാ ഫിൽ അഖ്റബീൻ, താങ്കളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് നൽകിക്കൊള്ളുക. അറിയണം സഹോദരന്മാരെ ഇതിന്റെ മഹത്വം. കുടുംബം 2 വിധമാണ്. 1 ആദർശ കുടുംബം, 2
രക്തബന്ധമുള്ള കുടുംബം, രണ്ടും കുടുംബമാണ്. മുസ്ലിം ആദർശ കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നവൻ തന്നെയാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, വല്ലാത്ത പദമാണത്. തീർച്ചയായും വിശ്വാസികൾ ഇഖ്വത്തുകൾ തന്നെയാണ്. അഖുൻ എന്ന പദത്തിന്റെ ബഹുവചനമാണ് ഇഖ്വത്ത്. അഖ് എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന എന്റെ സഹോദരന്റെ പേരാണ് അഖ്. അതാണല്ലോ സഹോദരൻ എന്നായത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, വിശ്വാസികൾ അപ്രകാരം സ്വന്തം ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു പോകുന്നവരെ പോലെ ജീവിക്കേണ്ടവനാണ്. ഫഅസ്ലിഹു ബൈന അഖവൈക്കും, അതുകൊണ്ട് നിങ്ങളുടെ അഖുകൾക്കിടയിൽ, സഹോദരന്മാർക്കിടയിൽ, ആരാ സഹോദരൻ? എന്റെ ഉപ്പയുടെയോ ഉമ്മയുടെയോ എനിക്ക് പിറന്ന എന്റെ സഹോദരനെ കുറിച്ചല്ല പറയുന്നത്, ആദർശ സഹോദരൻ. മനസ്സിലാക്കണം, ബന്ധത്തിൽ ഏറ്റവും ശക്തിയുള്ള ബന്ധം തന്നെയാണ് ആദർശ ബന്ധം, ഇസ്ലാം മുസ്ലിം. അതുകൊണ്ട് മുസ്ലിമുകൾ തമ്മിലുണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ച് നാം അറിയണം. നാം പരസ്പരം ഇസ്ലാം എന്ന ബന്ധം ചേർക്കേണ്ടവരാണ്. മുഅ്മിനീങ്ങൾ പരസ്പരം സ്നേഹിക്കേണ്ടവരാണ്, സഹായിക്കേണ്ടവരാണ്, ഗുണകാംക്ഷയുടെ അടിസ്ഥാനത്തിൽ ഉപദേശിക്കേണ്ടവരാണ്. ഒരിക്കലും മുഅ്മിനീങ്ങളെ പരസ്പരം മുഅ്മിനുകൾ ഉപദ്രവിക്കാൻ പാടില്ല. നീതി കാണിക്കണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, രോഗം വന്നാൽ സന്ദർശിക്കണം, അവരിലുള്ള ദരിദ്രന്മാരെ സഹായിക്കണം, കഷ്ടപ്പെടുന്നവരുടെ വേദനകൾ അറിയണം, മനസ്സിലാക്കണം, ആക്രമിക്കപ്പെട്ടവരെ പ്രത്യേകിച്ച് സഹായിക്കണം. മരിച്ചാൽ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് സംഗതികളുണ്ട്. കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, ഖബറടക്കണം തുടങ്ങി മുസ്ലിമുമായി ശക്തിയുള്ള ബന്ധം, അത് കുടുംബ ബന്ധമാണ്. ഏതാണ് ആ കുടുംബം? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, കുടുംബ ബന്ധമാണ്. മാത്രമല്ല, നല്ല വർത്തമാനങ്ങൾ പറയണം, കുത്തുവാക്കുകൾ പറഞ്ഞു പോകരുത്. ഒരു മുസ്ലിമും ഒരിക്കലും ഒരു മുസ്ലിമിനോട് കുത്തുവാക്കുകളോ പ്രയാസമുണ്ടാക്കുന്ന വാക്കുകളോ പറഞ്ഞു പോകരുത്. നിങ്ങളുടെ വാക്ക് എന്റെ മനസ്സിനെ വല്ലാതെ പ്രയാസപ്പെടുത്തി എന്നൊരിക്കലും ഒരു മനുഷ്യൻ നമ്മോട് പറയുന്ന അവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ ആലോചിക്കണം. ഗൗരവമുള്ളതാണ് വിഷയം. അങ്ങനെ വന്നുപോയാൽ നാം നഷ്ടക്കാരായി പോകും, നിർഭാഗ്യവാന്മാരായി പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ബന്ധങ്ങളിൽ രണ്ടാമത്തേത് രക്തബന്ധമാണ്. അതൊരു വല്ലാത്ത ബന്ധമാണ്. ഇവിടെ സൂചിപ്പിച്ച ആയത്തുകളും ഹദീസുകളും നിങ്ങൾ കേട്ടല്ലോ. അതുകൊണ്ട് സഹോദരന്മാരെ, ബന്ധുക്കളെ സന്ദർശിക്കണം. സമയം കിട്ടുമ്പോൾ കുടുംബക്കാരെ സന്ദർശിക്കണം. നാട്ടിൽ പോകുമ്പോൾ പ്രത്യേകിച്ചും നമ്മളതിന് സമയം കളയുന്നവരാണ്. നമ്മെപ്പറ്റി പലർക്കുമുള്ള ആക്ഷേപമാണ്, അത് ആക്ഷേപിച്ചു കൊള്ളട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ ഭാഗമായി അകന്നതും അടുത്തതുമായ മുഴുവൻ കുടുംബക്കാരെയും സന്ദർശിക്കണം. അവരുടെ സ്ഥിതിഗതികളെ കുറിച്ച് അന്വേഷിക്കണം, അവരോട് ചോദിക്കണം, അവർക്ക് ഹദിയ നൽകണം, സമ്മാനം നൽകണം. ആലോചിച്ച് നോക്കൂ, കഷ്ടപ്പെട്ട് നാം അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് ഈ മാർക്കറ്റുകളിലൂടെ തെണ്ടി നടന്ന് നാം വാങ്ങുന്ന പലതും നമ്മുടെ ഉറ്റവർക്കും ഉടയവർക്കുമുള്ള സമ്മാനമാണ്. വാങ്ങണം, കൊടുക്കണം. ആരെന്തൊക്കെ നമ്മെ കുറിച്ച് പറഞ്ഞാലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് തഹാദു തഹബ്ബു, നിങ്ങൾ കൊടുക്കൂ, പരസ്പരം സ്നേഹിക്കൂ. കൊടുക്കണം, ജീവിതത്തിന്റെ ഭാഗമാണത്. ധർമ്മം ചെയ്യണം. പ്രത്യേകിച്ച് കുടുംബക്കാരിലുള്ള ദരിദ്രന്മാരെ നാം കാണണം. അവരോട് മൃദുലമായ സ്വഭാവം കാണിക്കണം. അവരെ സൽക്കരിക്കണം. അവരെ വിളിച്ചാൽ നാം ചെല്ലണം. അവരെ കാണുമ്പോൾ നന്നായി പുഞ്ചിരിക്കണം. അവരെ സ്വീകരിക്കണം. നല്ല വാക്കുകൾ പറയണം. കുടുംബക്കാർക്കിടയിൽ ആരെങ്കിലും തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെ നന്നാക്കണം. അവരോട് നന്മ പറഞ്ഞു കൊടുക്കണം, തിന്മ വിരോധിക്കണം. ഇങ്ങനെ പോകുന്നു നീണ്ട പട്ടിക. കുടുംബക്കാരോട് നമുക്ക് ചെയ്യാനുള്ളത് വലിയ സംഗതികളാണ്. നമ്മൾ വിസ്മരിച്ചു പോകരുത്. നമ്മുടെ ബാധ്യതയാണത്. കുടുംബക്കാർ വളരെ വ്യത്യസ്തമായ രൂപത്തിലുള്ളവരായിരിക്കും. ചിലർക്ക് ഒരു പക്ഷേ നാം ഫോൺ ചെയ്താൽ മതി, അവർക്ക് അത് മതിയാകും. അവരെ അങ്ങനെ ട്രീറ്റ് ചെയ്യണം. ചിലർക്ക് ഫോൺ മതിയാവില്ല. പ്രായം ചെന്ന പഴയ ആൾക്കാർക്ക് ചിലപ്പോൾ നിങ്ങൾ ഫോൺ ചെയ്താൽ അതൊരു മൂല്യമുള്ളതാവുകയില്ല. അവരെ കാണേണ്ടി വരും, അവരുടെ കട്ടിലിൽ ചെന്നിരിക്കേണ്ടി വരും, അവരെ ഒന്ന് തലോടേണ്ടി വരും, അവരോടൊരു 10 മിനിറ്റ് സംസാരിക്കേണ്ടി വരും. സമയം കണ്ടെത്തണം. കാരണം ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അള്ളാഹുവിന് വേണ്ടി പടച്ച റബ്ബിന്റെ അടുത്ത് കൂലി കിട്ടാൻ, അദ്ദേഹത്തിന്റെ മുഖം കാണാനല്ല, നാട്ടുകാർ പറയാനല്ല, അള്ളാഹുവിന് വേണ്ടി ചെയ്യണം. സഹോദരങ്ങളെ, ചിലർക്ക് നാം എന്തെങ്കിലും കൊണ്ടുകൊടുക്കേണ്ടി വരും, കൊടുക്കണം. നമ്മുടെ കഴിയിൽപ്പെട്ടത് ഈ രൂപത്തിലുള്ള ബന്ധം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം. കുടുംബക്കാരുമായി നാം അങ്ങോട്ടെടുക്കുമ്പോൾ ചിലർ നമ്മെ വിഷമിപ്പിക്കും, ചിലർ നമ്മെ പ്രയാസപ്പെടുത്തും, ചിലർ നമ്മളോട് ചിരിക്കുകയില്ല. ഇങ്ങോട്ടൊന്നും കാണിച്ചു കൊള്ളണമെന്നില്ല,
കുഴപ്പമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ നമുക്ക് തടസ്സമല്ല. സുഹൃത്തുക്കളാകട്ടെ, സ്നേഹിതന്മാരാകട്ടെ, രക്തബന്ധത്തിൽപ്പെട്ടവരാകട്ടെ, ഉപ്പയുടെ സഹോദരന്മാരാകട്ടെ, സ്വന്തം ജ്യേഷ്ഠനോ അനുജനോ ആകട്ടെ, തങ്ങളോടുള്ള എന്തെങ്കിലും വെറുപ്പോ വിദ്വേഷമോ കാരണം അവർ നമ്മളോട് ബന്ധം മുറിക്കുന്നുവെങ്കിൽ പോലും തിരിച്ച് ബന്ധം മുറിക്കാൻ അധികാരമില്ല നമുക്ക്. കാരണം അവരിങ്ങോട്ട് കാണിക്കുന്ന ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധം കാണിക്കേണ്ടവരല്ല നാം. മറിച്ച് നാം ബന്ധം കാണിക്കുന്നത്, നാം ബന്ധം ചേർക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്, ഈ മനുഷ്യന് വേണ്ടിയല്ല. അത് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. വളരെ ഗൗരവമുള്ളതാണ്. അതോടൊപ്പം ചേർത്ത് വായിക്കുക, അവരും മനുഷ്യരാണ്. തെറ്റുകളും കുഴപ്പങ്ങളും ഒക്കെ അവരിൽ നിന്ന് വരാം. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം സഹിക്കണം, ക്ഷമിക്കണം. നമ്മുടെ നേതാവ് യൂസുഫ് അലൈഹിസ്സലാം നമുക്ക് മാതൃകയല്ലേ? സ്വന്തം സഹോദരന്മാർ അദ്ദേഹത്തെ കിണറ്റിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചില്ലേ? അപായപ്പെടുത്താൻ ശ്രമിച്ചില്ലേ? എന്നിട്ട് എന്തായിരുന്നു യൂസുഫ് അലൈഹിസ്സലാമിന് അധികാരം കിട്ടിയപ്പോൾ തന്റെ കയ്യിൽ, തന്റെ കൺമുമ്പിൽ അവരെല്ലാവരും വന്നപ്പോൾ ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. ഇല്ല, നിങ്ങളോട് പ്രതികാരമില്ല, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അവൻ ഏറ്റവും കരുണയുള്ളവനാണ്. ഇതായിരിക്കണം നാം മുസ്ലിം, അതായിരിക്കണം. പാടില്ല കള്ളക്കേസ് കൊടുക്കാൻ, കള്ളസാക്ഷി നിൽക്കാൻ, ബുദ്ധിമുട്ടിക്കാൻ, ഏഷണി പറയാൻ, പരദൂഷണം പറയാൻ, കുടുംബക്കാരുടെ ദോഷങ്ങൾ കണ്ടുപിടിക്കാൻ. സഹോദര, ശ്രദ്ധിക്കുക, ഒരിക്കലും നമുക്ക് പാടില്ലാത്തതാണ്. നാം അറിയണം, നാം കുടുംബക്കാരെ വിചാരണ നടത്തേണ്ടവരല്ല. പലപ്പോഴും മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധങ്ങളിൽ പാളിച്ച വരുമ്പോൾ, സുൽഹിന് വേണ്ടി ഇരിക്കുമ്പോൾ മനുഷ്യന്മാര് വിചാരണ നടത്തുകയാണ് പതിവ്. പാടില്ല നമുക്ക് വിചാരണ നടത്താൻ. എന്റെ ഉപ്പയുടെ സഹോദരൻ, ആ എളാപ്പയെ ഞാൻ വിചാരണ നടത്തുകയാണ്. നിങ്ങൾ എന്നെ അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ, നിങ്ങളുടെ മക്കൾ അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ അതൊക്കെ ചെയ്തില്ലേ? പാടില്ല സഹോദര, ഇതൊന്നും നമുക്ക് പാടില്ല. നാം വിചാരണ നടത്തേണ്ടവരല്ല. വിചാരണ അല്ലാഹു നടത്തട്ടെ, അല്ലേ? നമ്മൾ ഇവിടുന്ന് വിചാരണ നടത്തിയാൽ തെറ്റുകാർ നാമായെങ്കിൽ പോയെങ്കിലോ? വിചാരണ അല്ലാഹു നടത്തട്ടെ. നമുക്ക് വിട്ടുവീഴ്ച നൽകാം, നമുക്ക് പുറത്തു കൊടുക്കാം, നമുക്ക് ക്ഷമിക്കാം. അവരെന്ത് തന്നെ ചെയ്താലും ശരി. അതാണ് നമ്മുടെ നേതാവ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അറിയണം സഹോദര, നമ്മുടെ കുടുംബക്കാർ ഒരു പക്ഷേ ദുർമാർഗികളാകാം, അസാൻമാർഗികളാകാം, കള്ളുകുടിക്കുന്നവരാകാം, ബിദ്അത്ത് ചെയ്യുന്നവരാകാം, തോന്നിയാസം ചെയ്തവരാകാം. എന്താകണം എന്റെ ബന്ധം? അവരുമായി നല്ല ബന്ധം പുലർത്തണം, അവരോട് സംസാരിക്കണം, അവരോട് ഒരുമയോടുകൂടി പോകണം, പരമാവധി അവരെ ഉപദേശിക്കണം. നോക്കൂ, നിങ്ങൾ മാതാപിതാക്കളോട് പറഞ്ഞില്ലേ, വസാഹിബ്ഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. മുശ്രിക്കാണെങ്കിൽ പോലും, വിശ്വാസി അല്ലെങ്കിൽ പോലും മാതാപിതാക്കളോട് സഹവസിക്കണം, സ്നേഹം കാണിക്കണം. പക്ഷേ ഒരു സമയത്ത് മാത്രമേ അവരുമായി നാം വിട്ടുനിൽക്കാവൂ. അതെപ്പോഴാണെന്നോ, അവന്റെ അസാൻമാർഗികതകൾ, അവന്റെ ശിർക്കും കുഫറും അതിര് കടക്കുമ്പോൾ, എന്റെ ജീവിതത്തിലേക്ക് അത് പ്രസരിക്കും എന്ന് ഭയപ്പെടുമ്പോൾ, എന്നെ അത് അപായപ്പെടുത്തും എന്ന് ഭയപ്പെടുമ്പോൾ മാത്രമേ ഇത്തരം ആളുകളുമായുള്ള കുടുംബബന്ധം പോലും വിച്ഛേദിക്കാൻ പാടുള്ളൂ എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. അറിയണം സഹോദര, കുടുംബബന്ധത്തിന്റെ ഫലങ്ങൾ, കുടുംബബന്ധം ചേർക്കുന്നതിന്റെ ഫലങ്ങൾ നിരവധിയാണ്. നമ്മളൊക്കെ അത് അനുഭവിക്കുന്നവരാണ്, പറയേണ്ടതില്ല, ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞ ഒരുപാട് സുഖങ്ങൾ, ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നാം അനുഭവിച്ചു കുടുംബബന്ധം ചേർത്ത കാരണത്താൽ, അല്ലേ? അള്ളാഹു നമ്മുടെ റിസ്ഖിൽ, ഉപജീവനത്തിൽ വിശാലത നൽകും, ആയുസ്സിന് ദൈർഘ്യം നൽകും, സമാധാനം നൽകും, സന്തോഷം നൽകും. അങ്ങനെ പോകുന്നു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ. സഹോദര, ചിന്തിച്ചു നോക്ക്, ഈ കുടുംബ ബന്ധത്തിൽ വിള്ളൽ സൃഷ്ടിക്കുന്നവർ, ഈ കുടുംബബന്ധം വിച്ഛേദിക്കുന്നവർ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ സത്യത്തെ മുഴുവൻ, ഖുർആനിനെ, സുന്നത്തിനെ, റസൂലുള്ളാഹിനെ, സഹാബത്തിനെ അപഹസിക്കുകയല്ലേ ചെയ്യുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബന്ധം യഥാർത്ഥത്തിൽ, നമ്മുടെ ബന്ധം ആദർശബന്ധമാകട്ടെ, രക്തബന്ധമാകട്ടെ, നമ്മുടെ ബന്ധം സമ്പത്തിന്റെ പേരിലാകരുത്, സ്വാധീനത്തിന്റെ പേരിലാകരുത്, ഏതെങ്കിലും പ്രത്യേകമായ അവസ്ഥയുടെ പേരിലാകരുത്. മറിച്ച് അതാണ് ഞാൻ സൂചിപ്പിച്ചത്, ആ സഹോദരി പറഞ്ഞ വാചകമുണ്ടല്ലോ, വിശ്വാസം. അതായിരിക്കണം നമ്മെ നയിക്കേണ്ടത്, പ്രേരിപ്പിക്കേണ്ടത്. ആ രൂപത്തിലുള്ള സന്തോഷമാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം അറിയണം, നമ്മുടെ സന്തോഷത്തിൽ നമ്മുടെ കുടുംബക്കാർ പങ്കെടുക്കണം. അവരാരാകട്ടെ, ചില ആളുകൾ അങ്ങനെയാണ്, ദരിദ്രന്മാരായ കുടുംബക്കാരെ തീരെ അടുപ്പിക്കാത്ത ധനികന്മാരെ കുറിച്ച് നാം കേൾക്കാറുണ്ടല്ലോ. നമുക്കൊരിക്കലും പാടില്ല. അകന്ന ബന്ധത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ പോലും അവര് ദരിദ്രന്മാർ